സ്പീക്ക് ഇംഗ്ലീഷ് അക്കാദമിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് അക്കോർഡിംഗ് ടു എന്നത്, അല്ലേ? അപ്പോൾ ഉദാഹരണമായിട്ട് റീസെൻറ്റ് സർവേ അനുസരിച്ച് യങ്സ്റ്റേഴ്സ് എല്ലാം സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അക്കോർഡിംഗ് ടു ദ റീസെൻറ്റ് സർവേ യങ്സ്റ്റേഴ്സ് ആർ അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയാസ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാളുടെ അഭിപ്രായം അനുസരിച്ച് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ അക്കോർഡിംഗ് ടു എന്നത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഞാൻ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടല്ല. നമ്മൾ ഈ അക്കോർഡിംഗ് ടു യൂസ് ചെയ്യുന്ന സമയത്ത് അധികം ആളുകളും വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഈ ഒരു വീഡിയോ കേട്ടത് മുതൽ ഇനി ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ സംഭാഷണത്തിൽ വരുത്താൻ പാടില്ല. അപ്പോൾ മിസ്റ്റേക്ക് ഏതാണെന്ന് നമുക്ക് പഠിക്കാം. അത് ഇതാണ്. അതായത് എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ സാംസങ് ആണ് ബെസ്റ്റ് ഫോൺ. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ചില ആളുകൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും: അക്കോർഡിംഗ് ടു മീ സാംസങ് ഈസ് ദി ബെസ്റ്റ് ഫോൺ. ഓക്കെ, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ എന്നതിനെ നമുക്ക് അക്കോർഡിംഗ് ടു മീ എന്ന് പറയരുത്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ എന്നും പറയാൻ പാടില്ല. അവിടെ നമ്മൾ ഇൻ മൈ ഒപ്പീനിയൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു വെരി മച്ച്.